കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിലൊന്നും ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങളാണ് മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എന്താണ് എന്നുള്ളത് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇന്നിപ്പോൾ ഗത്യന്തരമില്ലാത്ത ഒരു നടപടി, അത് ഗത്യന്തരമില്ലാതെ എടുക്കേണ്ടി വന്ന ഒരു നടപടി, അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ല. എത്ര നിയമവിദഗ്ധരുള്ള പാർട്ടിയാണെന്നേ കോൺഗ്രസിൽ LLB ഹോൾഡേഴ്സ് ആയിട്ടുള്ള എത്ര പേർ അതിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ നിയമവശങ്ങളെക്കുറിച്ച്, ഈ പരാതിയുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച്, ഭാരതീയ BNS ചുമത്തിയിട്ടിരിക്കുന്ന വകുപ്പുകളെക്കുറിച്ച് അറിവില്ലാത്തവരൊന്നുമല്ലല്ലോ. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയോ, ആർക്കാ നിയമം അറിയാത്തത്? നിയമം അറിയാവുന്ന ആളുകൾ ഇരുന്നിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ 4 മിനിറ്റിനുള്ളിൽ തീരുമാനമെടുത്തുന്നു. ആരോടാണ് ഈ പറയുന്നത്? ആരെയാണ് പറ്റിക്കുന്നത്? MLA സ്ഥാനം ഒഴിയാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ അന്ന് ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. ആ ധൈര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ഒട്ടും പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു, CPM എന്താ പുറത്താക്കാത്തത്, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെയും CPIM ആകാനാണോ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്? CPIMന്റെയും കോൺഗ്രസിന്റെയും ഐഡിയോളജി ഒന്നാണ് എന്നാണോ പറഞ്ഞു വെക്കാൻ നോക്കുന്നത്? അതായത് CPIM ചെയ്താലേ ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ് പിന്നെ രണ്ട് പാർട്ടി എന്തിനാ ഒന്നിച്ചങ്ങ് പ്രവർത്തിച്ചുകൂടെ? ഒന്നുകിൽ നിങ്ങൾ പോയി CPIMലോ അല്ലെങ്കിൽ LDFന്റെ ഘടകകക്ഷിയായിട്ടോ കോൺഗ്രസ് പോവുക. എന്തായാലും രാജ്യം മുഴുവൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ആയിരിക്കും എന്തായാലും നല്ലത്.